സംസ്ഥാനത്തെ ലൈഫ് പദ്ധതിക്ക് പണം അനുവദിക്കുന്നതിൽ സർക്കാർ തലത്തിൽ വീഴ്ച. ഗുണഭോക്താക്കൾക്കായി നീക്കിവെക്കുന്നത് നാമമാത്രമായ തുക. പദ്ധതിക്കായി സർക്കാർ വകയിരുത്തുന്ന പണവും മുഴുവനായി നൽകുന്നില്ല. ഗഡുക്കളായി അനുവദിക്കുന്ന പണം ലഭ്യമാക്കാത്തതിനാൽ വീട് പണി പൂർത്തിയാക്കാനാകാതെ ഗുണഭോക്താക്കൾ വലയുന്നു. ജനം ബ്രേക്കിംഗ്. സംസ്ഥാന സർക്കാരിന്റെ കെടുകാര്യസ്ഥതയിൽ ലൈഫ് പദ്ധതി താളം തെറ്റിയിരിക്കുകയാണ്. 2022-23 കാലയളവിലും 2023-24 കാലയളവിലുമായി 74,729 ഗുണഭോക്താക്കൾക്ക് സംസ്ഥാന വിഹിതം നൽകുന്നതിനായി വകയിരുത്തിയ പണം പോലും സർക്കാരിന് പദ്ധതിക്കായി നൽകാനാകുന്നില്ല. 2023-24 സാമ്പത്തിക വർഷം പദ്ധതിയുടെ ഭാഗമായി ഗ്രാമീണ മേഖലയിൽ 525 കോടി രൂപയാണ് വകയിരുത്തിയത്. നഗരമേഖലയിലാകട്ടെ 192 കോടി രൂപയും വകയിരുത്തി. എന്നാൽ ഗ്രാമീണ മേഖലയിൽ 525 കോടി രൂപയിൽ നൽകിയത് 125 കോടി രൂപ മാത്രം. നഗരമേഖലയിൽ പദ്ധതി വിഹിതമായി നൽകേണ്ട 192 കോടി രൂപയിൽ നൽകിയത് 25 കോടി രൂപ മാത്രമാണ്. മൊത്തം വിഹിതം 717 കോടിയിൽ ലഭിച്ചത് 150 കോടി രൂപ മാത്രം. 2022-23 സ്ഥിതിയും പരിതാപകരമാണ്. ഗ്രാമമേഖലയിൽ 255 കോടി വകയിരുത്തിയപ്പോൾ ലഭിച്ചത് 250 കോടി രൂപ. 95 കോടി രൂപ വകയിരുത്തിയ നഗരമേഖലയിൽ 50 കോടിയിൽ തൃപ്തരാകേണ്ടി വന്നു. ഇത്തരത്തിൽ പണം അനുവദിച്ചാണ് സർക്കാർ ഉത്തരവായത്. വകയിരുത്തലിൽ മൊത്തം ലഭിക്കേണ്ട 335 കോടിയിൽ ലഭിച്ചത് 300 കോടി രൂപ മാത്രം. ഇതോടെ നഗര ഗ്രാമമേഖലയിലെ പദ്ധതി ഉപഭോക്താക്കളാണ് പണം ലഭിക്കാതെ ബുദ്ധിമുട്ടുന്നത്. ഗഡുക്കളായി ലഭിക്കേണ്ട പണം ലഭിക്കാതായതോടെ പലരുടെയും വീടുപണി പാതി വഴിയിൽ നിലച്ചിരിക്കുകയാണ്. എസ് ശാലിനി, ജനം, തിരുവനന്തപുരം.